മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ക്രമക്കേട് നടന്നതായി വിജിലൻസ് സ്ഥിരീകരിച്ചത്. വിജിലൻസിന്റെ രഹസ്യ പരിശോധനയിൽ 80,30,000 രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തൽ. വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കാൻ ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ ഉത്തരവിട്ടു. വിജിലൻസ് നടത്തിയ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ മുൻ MD N. നജീബിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിച്ചു. എന്നാൽ നജീബ് വിരമിച്ചതിനാൽ ശുപാർശ നടപ്പാക്കാനായില്ലെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. 2013 മുതൽ 15 വരെയുള്ള കാലയളവിൽ ധനവിനിയോഗ പത്രിക പിന്നോക്ക വികസന കോർപ്പറേഷനിൽ SNDP സമർപ്പിച്ചില്ലെന്ന് VSന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇത് തുടങ്ങിയ ആ കാലയളവ് തൊട്ട് നാളിതുവരെ ഇതിൽ നിന്നും ഈ സർക്കാരിൽ നിന്നും കൈപ്പറ്റിയ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് നൽകാതെ അതിനെ അവരവരുടെ താൽപര്യം അനുസരിച്ച് വിനിയോഗിച്ചു എന്ന് മനസ്സിലായി. SNDP നേതൃത്വം പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് പണം കൈപ്പറ്റിയത് കൃത്യമായ രേഖകളില്ലാതെയും വ്യാജ മേൽവിലാസങ്ങളിലാണെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിജിലൻസിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമായിരിക്കും വെള്ളാപ്പള്ളിക്കെതിരെ കൂടുതൽ നടപടികൾ വേണമോ എന്ന കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. മീഡിയ 1 തിരുവനന്തപുരം.